ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. രണ്ട് വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾ കൂടിയാണ് ഇനി ബ്രസീലിയൻ ദേശീയ ടീമിന് അവശേഷിക്കുന്നത്. ചിലിയും ബൊളീവിയയുമാണ് ബ്രസീലിന്റെ എതിരാളികൾ. ഈ മത്സരങ്ങൾക്കുള്ള സ്ക്വാഡിനെ പ്രഖ്യാപിക്കാനുള്ള ഒരുക്കത്തിലാണ് പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി ഇപ്പോൾ ഉള്ളത്. ഓഗസ്റ്റ് 26-ാം തീയതിയാണ് സ്ക്വാഡ് പ്രഖ്യാപിക്കുക. അതിനു മുന്നേ ഒരു പ്രിലിമിനറി സ്ക്വാഡ് അദ്ദേഹം CBFന് നൽകിയേക്കും എന്നുള്ളതാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് വരുന്ന 18-ാം തീയതി ബ്രസീലിയൻ ലീഗിൽ ഗ്രിമിയോയും അത്ലറ്റിക്കോ മിനേറോയും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. ഈ മത്സരം വീക്ഷിക്കാൻ വേണ്ടി കാർലോ ആഞ്ചലോട്ടി നേരിട്ട് സ്റ്റേഡിയത്തിൽ എത്തും എന്നാണ് റിപ്പോർട്ടുകൾ. അതായത് പ്രധാനമായും രണ്ട് താരങ്ങളെ വീക്ഷിക്കാൻ വേണ്ടിയാണ് ഈ മത്സരം ഇപ്പോൾ കാണാൻ കാർലോ ആഞ്ചലോട്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഒരാൾ ലിയാങ്കോയാണ്. അത്ലറ്റിക്കോ മിനേറോയ്ക്ക് വേണ്ടി കളിക്കുന്ന താരമാണ് ലിയാങ്കോ. സെന്റർ ബാക്ക് പൊസിഷനിലാണ് താരം കളിക്കുന്നത്. സമീപകാലത്ത് മികച്ച പ്രകടനം അദ്ദേഹം നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ താരത്തെ ബ്രസീലിയൻ ടീമിൽ ഉൾപ്പെടുത്താൻ സാധ്യതകൾ ഏറെയാണ് എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു. മറ്റൊരാൾ എവേഴ്സൺ ആണ്. അത്ലറ്റിക്കോ മിനേറോയുടെ ഗോൾ കീപ്പറാണ് ഇദ്ദേഹം. 35 വയസ്സുള്ള ഈ താരത്തെ കൂടി കാർലോ ആഞ്ചലോട്ടി നിരീക്ഷിക്കും എന്നാണ് റിപ്പോർട്ടുകൾ. പക്ഷേ താരത്തെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. കാരണം അദ്ദേഹത്തിന് 35 വയസ്സായി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ബ്രസീലിയൻ ദേശീയ ടീമിൽ ഇടം നേടുക എന്നുള്ളത് ഒരല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ കാർലോ ആഞ്ചലോട്ടി ഈ താരത്തെ കൂടി നിരീക്ഷിക്കും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും ലിയാങ്കോയും അതുപോലെ തന്നെ എവേഴ്സണും അടുത്ത സ്ക്വാഡിൽ ഉണ്ടാകുമോ എന്നത് അറിയാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകരുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.